മതത്തിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ കടന്നുപോയി മനുഷ്യരെ തമ്മിൽ തള്ളിച്ച് എങ്ങനെയും സ്വന്തം കീശ നിറയ്ക്കാനും വോട്ട് ബാങ്ക് നിറയ്ക്കാനും അതോടൊപ്പം തന്നെ അവനെൻ്റെ ശത്രുവാണെന്ന് അറിയാതെ മനസ്സിൽ പറയാൻ തക്ക വിധത്തിൽ വെമ്പി രഹസ്യമായും പരസ്യമായും ഒത്തിരി ആളുകൾ വ്യത്യസ്ത വഴികളിലൂടെ കടന്നു പോകുന്നവരും ഈ ദേശത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ആഗ്രഹിക്കുക. കാരണം നഷ്ടപ്പെട്ടു പോകാത്ത മനുഷ്യബന്ധങ്ങളുടെ സ്നേഹം ഇന്ന് ഈ കരയിൽ ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല, കുറേ ദൂരെ നിന്നവരുണ്ട്. ഞാൻ തൊടുപുഴയിൽ ജനിച്ചു വളർന്ന ആളാണ്, തൊടുപുഴക്കാരനാണ്. പക്ഷെ ഇന്ന് ഈ പ്രദക്ഷിണത്തിന്റെ വഴികളിൽ വികാരിയച്ഛൻ ആദ്യം ഒരു എക്സ്ക്യൂസ് ഒക്കെ എടുത്തു, സമയമൊക്കെ മാറിപ്പോയി, അത് ചതിയായി പോയി. എന്നാലും വേണ്ടില്ല, തീർച്ചയായിട്ടും ഈ 3 മണിക്കൂർ സമയം ഞാൻ ഇതിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ചിലത് തിരിഞ്ഞു ചെന്ന് നോക്കി, അവിടെ എന്നെ നടക്കണേന്നറിയാൻ വലിയ ആകാംക്ഷയോടെ ഞാൻ നമ്മുടെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഞാൻ എത്തി നോക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ആളുകൾക്കിടയിൽ എനിക്കത് കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഓടി വന്ന് ഈ വണ്ടിയിൽ നോക്കി. നമ്മുടെ ഇവിടെ വീഡിയോക്കാരുടെ വണ്ടി കിടപ്പുണ്ട്, അതിന്റെ സ്ക്രീനിൽ ഞാൻ കാണുകയായിരുന്നു അവിടെ എന്താണ് നടക്കുന്നത് എന്ന്. അതിനുശേഷം ഞാൻ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചു, അമ്മച്ചിയെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മച്ചി ഇത് എന്തായി നടക്കുന്നത്? എനിക്കതിന് അതിശയം തോന്നുകയാ, എന്തായി നടക്കുന്നത്? അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നു, അമ്മച്ചിക്ക് അറിയാവുന്ന പഴയ ചരിത്രമൊക്കെ പറഞ്ഞു തന്നു. ഈ ദേവാലയവും അതുപോലെ തന്നെ ഈ ഒരു അമ്പലവും ഈ പരിസരവും തമ്മിലുള്ള ആത്മബന്ധവും ഇവിടെയുള്ള മനുഷ്യരുടെ പരസ്പര സ്നേഹവും ഒക്കെ നിങ്ങളിവിടെ ആഘോഷിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ള, ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളോട്, ഈ നാടിനോട്. ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ലെവലേശം പോലും താഴത്തേക്ക് പോകാതെ മുൻപോട്ട് ഇത് തന്നെ കൊണ്ടുപോയി ഈ ഭാരത മണ്ണിന്റെ വലിയൊരു മാതൃകയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇവിടെയുള്ള വലിയ അപ്പച്ചന്മാരിൽ നിന്ന്, അപ്പന്മാരിൽ നിന്ന്, അമ്മമാരിൽ നിന്നത് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് പരസ്പരം പങ്കുവെക്കപ്പെട്ട് പുതിയ തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടട്ടെ എന്ന ഒരൊറ്റ ആശംസയുള്ളൂ ഈ തിരുനാളിന്. അതിൽ കൂടുതൽ വലിയ ആശംസയും പ്രസംഗമൊന്നും ഇവിടെ അനിവാര്യമാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതിനാൽ തന്നെ മുൻപോട്ടുള്ള വഴികളിലെന്നും നമുക്ക് ധീരതയോടെ ആയിരിക്കാം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക ബന്ധത്തിന്റെയും മതമൈത്രിയുടെയും ആ വലിയൊരു ലോകത്തെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. അതാണ് ഈ ദിനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമായിട്ട് പറയുക. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തെയും വിശുദ്ധ ഗീവർഗീസിനെയും രണ്ടുപേരെയും നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ തിരുക്കുടുംബത്തിലേക്ക് വളരണമെങ്കിൽ തിരുക്കുടുംബം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ദൈവപുത്രന് ജനിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം ദൈവം ഒരുക്കി കൊടുത്തതാ. വിശുദ്ധ യോസേപ്പിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും ചേർത്ത് നിർത്തി. ആ തിരുക്കുടുംബം എന്ന് പറയുക ഇവിടെയുള്ള ഏത് വീടുമായി മാറാം. ഏതൊക്കെ വീട്ടിലാണോ, അത് ഹൈന്ദവനാകട്ടെ, ഒരു മുസ്ലിം സഹോദരനാകട്ടെ, ഒരു ക്രിസ്ത്യാനിയാകട്ടെ, ദൈവം ആ വീട്ടിൽ വളരുന്നുണ്ടെങ്കിൽ അത് തിരുക്കുടുംബമാണ്. അതിന് പ്രത്യേകിച്ച് ലേബലുകളൊന്നുമില്ല. അവിടെയുള്ള അപ്പന്റെ പേര് ജോസ് എന്നാണോ, അവിടെയുള്ള അപ്പന്റെ പേര് കേശവൻ എന്നാണോ, അവിടെയുള്ള അപ്പന്റെ പേര് മുഹമ്മദ് എന്നാണോ, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവിടെ ദൈവം വളരുന്നുണ്ടെങ്കിൽ, ദൈവം ജനിക്കുന്നുണ്ടെങ്കിൽ, ദൈവം അവിടെ വളർന്ന് മറ്റുള്ളവരിലേക്ക് സ്നേഹത്തിന്റെ പ്രമാണങ്ങളെ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരാളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്ന് കൈത്താങ്ങായി മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ രോഗത്തിന് ഒരു ശമനം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ വേദനയ്ക്ക് ഒരു പരിഹാരം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തിരുക്കുടുംബമായി മാറും. അപ്പൊ ഈ ഒരു കരയിൽ നിന്ന് ഈ തിരുക്കുടുംബത്തിന്റെ തിരുനാള് ആഘോഷിക്കപ്പെടുമ്പോ അത് ക്രൈസ്തവന്റെ ആഘോഷമൊന്നുമല്ല, അത് ക്രൈസ്തവന് മാത്രം വെക്കപ്പെട്ടേക്കുന്നതുമല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ അവരവരുടെ വിശ്വാസത്തിന്റെ ധാരയിൽ നിന്നുകൊണ്ട് പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹത്തിന്റെ ആഘോഷമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആഹ്വാനത്തിന് ഇവിടെ ചുക്കാൻ പിടിക്കുന്നത് സാധാരണക്കാരോടൊപ്പം ഇവിടെ വിശ്വാസത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരുപക്ഷേ കത്തോലിക്ക ഇടവകയിൽ നിന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഈ ദേവസ്വം അമ്പലത്തിൽ നിന്ന് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നവരുമാണ്. അവരുടെ ഉള്ളിൽ ആ ഒരു സ്നേഹത്തിന്റെ ബന്ധം ഇനി ഈ മക്കളിലേക്കും ഈ ജനതകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടാൽ ഇത് വലിയൊരു ആഘോഷമായിട്ട് മാറും. പക്ഷെ ഇവിടെയാണ് വിശുദ്ധ ഗീവർഗീസിന്റെ സ്റ്റെപ്പ് തുടങ്ങുക. നമ്മൾ വന്നു നിൽക്കുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ കപ്പേളയുടെ മുമ്പിലാ. ഇതുപോലെ ധീരതയോടുകൂടെ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ആത്മാവിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ മുൻപിലേക്ക് തന്നെ വിട്ടുകൊടുത്തൊരു മനുഷ്യൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ വിശുദ്ധനായ മനുഷ്യൻ ചെയ്തത് മറ്റൊന്നും ആയിരുന്നില്ല, സ്വന്തം ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. ഈ ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ചേർന്ന് നിൽക്കലാണ്. അതിനാൽ തന്നെ ലൗകികതയുടെ വ്യത്യസ്ത വഴികളിൽ നിന്ന് ധീരത പ്രകടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒത്തിരി ധീരതകൾ നമ്മൾ കാണാറുണ്ട് കേട്ടോ. ഇന്നലെ ഇന്നത്തെയും സാമൂഹിക മാധ്യമങ്ങളും പത്രങ്ങളും എടുത്ത് നോക്കിയാൽ മതി. ഇന്നലെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടു കാണും, 2-3 പിള്ളേര് പരസ്പരം മൂക്കിരട്ടിടിച്ച് ഒരു ഭിത്തിയെ കയറ്റി വെക്കുന്നു. എന്തൊരു ധീരതയാണല്ലേ!
അവൻ കൂട്ടുകാരനെ കുറിച്ച് അധ്യാപകന്റെ അടുത്ത് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു മുറിയിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് മൂക്കിലിട്ട് ഇടിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നോ സാമൂഹിക മാധ്യമങ്ങളിൽ? അതിന് വലിയ ധീരതയായിട്ടാ പറയുക. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരു വില്ലനാണെന്ന് പറഞ്ഞ് പൊതുസമൂഹ മധ്യത്തിൽ ഉറക്കെ പറയുന്നവരുടെ കൂടെ കൂടി നിന്ന് ആ ഇടർച്ചയുടെ വഴികളുടെ സാധ്യതകളുടെ സത്യം എന്താണെന്ന് പോലും തിരിച്ചറിയാതെ അവനെ ഒറ്റപ്പെടുത്തി മൂലയിലേക്ക് മാറ്റി നിർത്തിയിട്ട് കള്ളനല്ലാത്തവനെ കള്ളനാക്കുവാൻ വേണ്ടിയിട്ട് ഒരു സമൂഹം മുഴുവൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആഞ്ഞടിക്കുമ്പോൾ അതിന് ലൈക്ക് കൊടുക്കുന്നതിനെയാ ഈ കാലഘട്ടം ധീരത എന്ന് പറയുക. അതിനിടയിൽ ഏതെങ്കിലും ഒരുവൻ അവൻ നീതി അർഹിക്കുന്നുണ്ട്, അവന്റെ ഉള്ളിൽ സത്യമുണ്ടെന്ന് പറഞ്ഞ് ആ കഴിവ് കുറഞ്ഞവന്റെ അടുത്തേക്ക്, അല്ല കഴിവ് കുറഞ്ഞു എന്ന് സമൂഹം ചാപ്പ കുത്തുന്നവന്റെ അടുത്തേക്ക് മാറി നിന്ന് അവന്റെ വാക്കുകളിൽ ഒരു സത്യമുണ്ട്, അവന്റെ പ്രവൃത്തികളിൽ അവൻ പറയാനും എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നവന്റെ പക്ഷം പിടിച്ചിട്ട് അവനൊരു അവസരം കൊടുക്കുക എന്ന് പറയാനുള്ള ധീതിബോധത്തെ തല്ലിക്കെടുത്തുന്നിടത്താണ് ഈ കാലഘട്ടത്തിന്റെ ധീരത എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യഥാർത്ഥ വിശുദ്ധ ഗീവർഗീസിന്റെ ധീരതയെ നമ്മൾ കാണേണ്ടത്. സമൂഹം മുഴുവൻ കടന്ന് ആക്രമിക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന്റെ മുൻപിൽ എന്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമെന്നും അതിനെതിരെ ആരൊക്കെ കടന്നു വന്നാലും അവിടെ ധീരതയോടുകൂടെ കടന്നു നിന്ന് തെറ്റാണെന്ന് പറയാനുള്ള ആർജവത്വം ഞാൻ കാണിക്കുമെന്നുള്ള ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക്, നമ്മുടെയൊക്കെ തലച്ചോറിന്റെ ഉള്ളിലേക്ക്, നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിലേക്ക് പലരും കടന്നു വരുന്നുണ്ട്. നമുക്ക് വലുതാകണമെങ്കിൽ മറ്റവനെ ഇടിച്ചിട്ടേ പറ്റൂ, നമുക്ക് വലുതാകണമെങ്കിൽ ചിലരെയൊക്കെ തളർത്തിയേ പറ്റൂ. അതിനാൽ നമ്മളൊന്ന അവൻ നമ്മുടെ ശത്രുവ, നമ്മളൊന്നാണ് അവൻ നമ്മുടെ ശത്രുവ. അവന്റെ നിലപാടുകളും അവന്റെ കാഴ്ചപ്പാടുകളും നമുക്കെതിരാ. ആർക്ക് വേണ്ടിയിട്ട ഈ നിലപാട്? ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ തലച്ചോറിന്റെ അകത്തേക്ക് ചില ബുദ്ധിജീവികൾ എന്ന് വിളിക്കപ്പെടുന്ന ബുജികൾ കുത്തി നിറയ്ക്കണത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ സന്തോഷത്തോടെ കാണുകയായിരുന്നു. ഇവിടെ ഒരു സ്കൂള് ഞാൻ കണ്ടു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ടാണെന്ന് അറിയോ അധികം വർഗീയതയൊന്നും കത്താത്തത്? നമ്മുടെ ഇതുപോലുള്ള സ്കൂളുകൾ ഇവിടെ ഉണ്ടായിട്ട് ഇത് ഈ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ഈ അമ്പലത്തിന്റെ സ്കൂളാണെന്ന് വിശ്വസിക്കുകയാ. കടന്നു വന്ന വഴികളിൽ ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത ചിലര് പറയുന്നത് കേട്ടു, എടീ ഞാൻ ഈ സ്കൂളിലാട്ടോ പഠിക്കണേ. ഏതോ ബന്ധു കൂടെ വന്നേക്കണതാ. ആ ബന്ധുവിനോട് പറയുകയാ, ഈ വീട്ടിൽ ഈ നാട്ടിലെ കുട്ടി പറയുക, ഞാൻ പഠിക്കുന്ന സ്കൂളാട്ടോ ഇത്. അത് ശരിയാ. നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ ഒരു പൈതൃകമുണ്ട്. ഓരോ ആത്മീയ കേന്ദ്രങ്ങളോട് ചേർന്നുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ചിരുന്ന് പഠിക്കും. ആ പഠിക്കുന്ന വേദികളിൽ ഒരിടത്തും വർഗീയതയുടെ വിഷം ഒരു അധ്യാപകരും കുത്തി നിറയ്ക്കാറില്ല. ക്രൈസ്തവന്റെ സ്കൂളാകട്ടെ ഹൈന്ദവന്റെ സ്കൂളാകട്ടെ അവിടെ കടന്നു വരുന്ന അധ്യാപകന് ഒരപ്പന്റെയും അമ്മയുടെയും വില കൊടുത്തുകൊണ്ട് അധ്യാപക വൃത്തിയിലേക്ക് കടന്നു വരുമ്പോ അവർ പരസ്പരം സ്നേഹിക്കാനാണ് പഠിപ്പിക്കുക. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലെങ്കിൽ ചില ധ്രുവങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോ അവിടെ വർഗീയത കുത്തി നിറയ്ക്കുമ്പോ നമ്മുടെയൊക്കെ ഇതുപോലുള്ള സ്കൂളുകളിൽ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാ. അവിടെ ഈ പറയുന്ന പേരുകൾ നമ്മൾ ഓരോന്ന് എടുത്തു നോക്കിക്കോ. ഒരു ക്രൈസ്തവ കുട്ടിയുടെ തൊട്ടടുത്തിരിക്കുന്ന ഹൈന്ദവ കുട്ടി തോളത്ത് കൈയിട്ടിട്ട് പറയും, എടാ നീയാണടാ എന്റെ ചങ്ക്, നീയാണടാ എന്റെ ചങ്ക്. അത് പറഞ്ഞു കൊടുക്കുന്ന നല്ല അധ്യാപകരും നല്ല സംസ്കാരവുമാ ഈ നാടിനെ ഒരു തീവ്രവാദ സമൂഹമാക്കി മാറ്റാത്തത്, ഇതൊരു വർഗീയതയുടെ ഒരു നാടാക്കി മാറ്റാത്തത് ഇതുപോലുള്ള സ്ഥാപനങ്ങളാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന് വെളിച്ചമാകുന്ന ഈ ഒരു വിദ്യാലയം ഇവിടെ നിൽക്കുന്നത് ഈ നാടിന്റെ പ്രകാശമായിട്ട് അനേകർക്ക് വെളിച്ചം നൽകുന്നത് ഇതുപോലെ തന്നെയല്ലേ മറ്റു സ്ഥാപനങ്ങൾ മുഴുവൻ. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് വർഗീയതയുടെ കാടിറക്കുന്നവൻ, അവൻ ആരൊക്കെയാണെങ്കിലും ശരി, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനും, എന്റെ തൊട്ട് അടുത്ത് നിൽക്കുന്നവൻ എന്റെ സഹോദരനാണ്, അവന്റെ വീടിന്റെ മുമ്പിൽ ഇരിക്കുന്ന വിശ്വാസത്തിന്റെ ദൈവസങ്കല്പമല്ല ഞങ്ങളുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം, ആ സങ്കല്പത്തിലൂടെ അല്ലെങ്കിൽ ആ ദൈവികതയിലൂടെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന സ്നേഹിക്കാനുള്ള ആത്മീയതയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയാനുള്ള ആർജവത്വം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇനി മുൻപോട്ടുള്ള വഴികൾ അത് സുഗമമുള്ള വഴികളാണെന്നൊന്നും തോന്നുന്നില്ല. കാരണം വ്യത്യസ്ത വഴികളിൽ വ്യത്യസ്ത രീതിയിലുള്ള വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. എല്ലായിടത്തും അസ്വസ്ഥതകൾ ആരൊക്കെയോ കത്തിച്ചുകൊണ്ടിരിക്കുകയാ. അതിനിടയിൽ തീർച്ചയായിട്ടും ഒരു കുടുംബമായിട്ട് നമ്മൾ മാറണം. ഇനി ഈ ഒരു നാടെന്ന് പറയുന്നത്, ഈ ഒരു ദേശം എന്ന് പറയുന്നത്, അത് ഇടവക പള്ളി ആയിക്കൊള്ളട്ടെ, ഈ അമ്പലമായിക്കൊള്ളട്ടെ, മോസ്ക് ആയിക്കൊള്ളട്ടെ, തോളോട് തോൾ ചേർന്ന് വട്ടം നിൽക്കാനായിട്ട് പറ്റുമോ? അവിടെ മാത്രമേ നമുക്ക് നമ്മുടെ തലമുറയെ പോലും രക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്ന് പക്ഷെ ഭയപ്പാടാ, എല്ലാത്തിനോടും ഭയപ്പാടാ. എന്താണെന്നറിയോ? പുറമെ ഞാൻ വലിയ ധീരനാ, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്ങളാ. ഒന്നാമത്തെ ഭയം എന്താണെന്നറിയോ? ഞാൻ തോൽക്കുമോ എന്നുള്ള ഭയമാ. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെറുതായി പോകുമോ എന്നുള്ള ഭയമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്
ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്. ഇവർ കാത്തിരിക്കുകയായി കല്യാണത്തിന് വേണ്ടിയിട്ട്. 2 ദിവസം കൂടെ ഉള്ളൂ കല്യാണത്തിന്. പെട്ടെന്ന് ഓഫീസിലേക്ക് ഒരു വാർത്തയെത്തി, ഈ പെൺകുട്ടിയുടെ അപ്പൻ ആത്മഹത്യ ചെയ്തു. എല്ലാവരും വലിയ ഞെട്ടലോടെ ഈ വാർത്ത കേട്ടത്. ആ പെൺകുട്ടി അവിടെ ഇങ്ങനെ തരിച്ചിരിക്കുകയാ. ഞങ്ങളായിരിക്കുന്ന ഓഫീസിൽ ഏതാനും ലേഡീസായ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഓടിച്ചെന്ന് അവളെ പിടിച്ചു. അത് പറഞ്ഞ് നമുക്ക് വീട്ടിൽ വരെ ഒന്ന് പോകാം. ഈ പെൺകുട്ടി തളർന്ന് കടന്നു പോവുകയാ. ആ കല്യാണം മാറിപ്പോകുമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ആ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായി നിന്ന ആ യുവാവ് വന്നിട്ട് അവളോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ 1 ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് നീ മനസ്സിൽ നീ വിഷമമൊക്കെ മാറി കഴിയുമ്പോൾ ഞാനുണ്ട് നിന്റെ കൂടെ, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. അതുപോലെ ഒരു ആശ്വാസമായിട്ട് മാറി. പക്ഷെ അതിനുശേഷം എന്താണ് ഈ പെൺകുട്ടിയുടെ അപ്പച്ചൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കി. അവസാനം കിട്ടിയത് എന്താണെന്നറിയോ? കാരണം ഒരു 50,000 രൂപ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഈ 50,000 രൂപ പെട്ടെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ അയാൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ആ മനുഷ്യനോട് ഇദ്ദേഹത്തോട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ ആശുപത്രി കിടക്കുക, അപ്പൊ എന്റെ ഈ പണമൊന്നുമില്ല, നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യുക. ഈ ഒരു ഒറ്റ വാക്ക് കേട്ടിട്ട് പിന്നെ പെട്ടെന്ന് മനസ്സംഗം ബ്ലാങ്ക് ആയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മനുഷ്യൻ അവന്റെ അഭിമാനം നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി, മകളുടെ കല്യാണം മാറിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് അവസാനം ഒരു കയറ് കഷ്ണത്തിൽ ജീവൻ ഒടുക്കി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സഹോദരങ്ങളെ, എങ്ങോട്ടായിരുന്നു ഈ ഓട്ടം? എന്നതാ കിട്ടിയത് അവസാനം? ഈ പെൺകുട്ടിയുടെ കരച്ചില്, ആ കുടുംബത്തിന്റെ അപമാന ഭാരം, അതോടൊപ്പം തന്നെയോ നാട് മുഴുവൻ അസ്വസ്ഥമാകുന്നു. ഇതിനേക്കാൾ ഞെട്ടിച്ചത് എന്തായിരുന്നു അറിയൂ? ഈ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന അന്ന് ഞങ്ങളുടെ ദീപികയിൽ ജോലി ചെയ്യുന്ന ഒരു സ്നേഹിതൻ കൊണ്ടുവന്ന് ഒരു ചെക്ക് കാണിച്ചു. അച്ഛ, ഈ ചെക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ എത്ര രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ അപ്പൻ ആത്മഹത്യ ചെയ്തത് അതിന്റെ ഇരട്ടിയിലധികം തുകയാ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് അന്ന് സമ്മാനം കൊടുക്കാനായിട്ട് പിരിച്ചു വെച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു ദൈവമുണ്ടെന്നും ആ ദൈവം ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും തുറന്നു തരാൻ കഴിവുള്ളവനാണെന്നും വിശ്വസിക്കാതെ, നമ്മളൊക്കെ പറയും വലിയ ഭക്തനാണ്, വലിയ ക്രിസ്ത്യാനിയാണ്, വലിയ ഹൈന്ദവനാണ്, വലിയ മുസ്ലിം സഹോദരനാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ദൈവം ജീവിക്കുന്നുണ്ടോ? അസ്വസ്ഥതകളുടെ നെരിപ്പോടിലൂടെ കടന്നു പോകുമ്പോഴും എനിക്കൊരു ദൈവമുണ്ട്, അവനൊരു വഴി തുറന്നു തരുമെന്ന് പറയാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് ഇതിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റുന്നത് ആരാണെന്നറിയോ? ചില സമയങ്ങളിൽ ദൈവം മോളിൽ നിന്ന് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവനെ പിടിച്ചോ എന്നല്ല പറയണത്. എനിക്ക് സഹോദരങ്ങളെ നൽകിയിട്ടുണ്ട്, എനിക്ക് അയൽവക്കക്കാരെ നൽകിയിട്ടുണ്ട്, എനിക്ക് ബന്ധുമിത്രാദികളെ നൽകിയിട്ടുണ്ട്, എനിക്ക് നല്ല ദേശത്ത് നല്ല ആളുകളെ നൽകിയിട്ടുണ്ട്. ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്നേഹം എനിക്ക് പങ്കുവെക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, അതിനാല് ഈ ധീരതയുടെ കാലഘട്ടങ്ങളിൽ പലപ്പോഴും നിങ്ങൾ ഭയത്തിന്റെ പേരിൽ ഒളിച്ചോടുകയാ. ഒരു വിഷമം വന്നു കഴിയുമ്പോഴത്തേക്കും ഡിപ്രഷന്റെ അസ്വസ്ഥതകളിലേക്ക് കടന്നുപോയിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെലവ് ഡിപ്രഷന്റെ മരുന്നിനാണ്. കാരണം എന്താ? ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടുന്നുണ്ട്. അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാ. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാകുന്നു എന്നൊരു ചിന്ത. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞിടയ്ക്ക് വായിച്ച ഒരു കൊച്ചു ചെറുകഥ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. അത് മറ്റൊന്നുമല്ല, ഒരു കുഴിമടിയനായ പയ്യന്റെ കഥയാ. കുഴിമടിയൻ, അവന് പ്രായം 10-18 18 വയസ്സായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ അപ്പനും അമ്മയും പറഞ്ഞു, എടാ പൊന്നുമോനെ, വലിയ ജോലി ചെയ്ത് നീ ജീവിക്ക്. കാരണവന്മാരുടെ ശല്യം സഹിക്കാതെ അവൻ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും ജോലി ചെയ്യാനായിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പ്രസ്സിലാ ചെല്ലുന്നത്. അച്ചടിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ആ പ്രസ്സിൽ ചെന്നവൻ ജോലിയൊക്കെ നേടി. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന 5 പേരുണ്ട്. 5 പേര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഒരാളെ ഞങ്ങളെ സഹായിക്കാൻ. ഇവിടെ 6 പേരുടെ ജോലിയുണ്ട്, അപ്പം നല്ല കാര്യം, നീ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുക, ഞങ്ങൾ നിന്നോടൊപ്പം പ്രവർത്തിക്കാം. ആദ്യത്തെ 2 ദിവസം നന്നായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഈ ചെറുക്കൻ അവന്റെ തനി സ്വഭാവം കാണിച്ചു. കുഴിമടിയനാ. ഈ ചെറുക്കൻ ഓരോ മൂലയ്ക്ക് പോയിരിക്കാൻ തുടങ്ങി. കൂടെ നിന്നവർ പറഞ്ഞു, നിന്റെ പണി കൂടി ഞങ്ങൾ ചെയ്യേണ്ട അവസ്ഥ, അതിനാൽ മര്യാദയ്ക്കൊന്നെങ്കിൽ ജോലി ചെയ്യേ, അല്ലെങ്കിൽ ഞങ്ങൾ ഉടമസ്ഥനോട് പരാതിപ്പെടും. എന്തായാലും അവർ മടുത്തു, ക്ഷമിച്ചു. അവസാനം പരാതിപ്പെട്ടതിന് ശേഷം ഈ ഉടമസ്ഥൻ കടന്നു വന്ന് അവൻ ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് അധികം വാണിംഗ് ഒന്നും ഉണ്ടാവില്ല, ഇത് ലാസ്റ്റ് വാണിംഗ്, ഇനി നിന്നെ കുറിച്ചൊരു പരാതി ഉണ്ടാകരുത്, പരാതി ഉണ്ടായാൽ നിന്നെ പറഞ്ഞു വിടും. എന്തായാലും അത് കഴിഞ്ഞുള്ള അടുത്ത ദിവസം നന്നായിട്ട് ജോലി ചെയ്തു. പക്ഷെ വീണ്ടും അവന്റെ ഉള്ളിൽ നിന്ന് അവന്റെ അലസത അങ്ങോട്ട് തലപൊക്കി. അവൻ പണിയൊക്കെ ഉഴപ്പി ഇങ്ങനെ മൂലക്കിരിക്കുകയാണ്. അവിചാരിതമായിട്ട് കടന്നു വന്ന ഉടമസ്ഥൻ അവനോട് പറഞ്ഞു, ഇറങ്ങ്, പുറത്ത് ഇറങ്ങി. ആ ഇറങ്ങുന്നതിനിടയിൽ ഈ ഉടമസ്ഥൻ ചോദിച്ചു, നിനക്ക് പണിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിന്റെയൊക്കെ സ്വപ്നം എന്നതാടാ? അവൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, വെറുതെ ഇരുന്ന പണി തരുന്നിടത്ത് ഞാൻ പൊക്കോളാം. പറഞ്ഞ വാക്കിങ്ങനെയാണ്, വെറുതെ ഇരുന്നാൽ പണം നൽകുന്നിടത്ത് ഞാൻ പൊക്കോളാം. വെറുതെ ഇരുന്നാൽ പണം നൽകുന്ന സ്ഥലം. കേട്ടിരുന്നവർ മുഴുവൻ ചിരിച്ചു. അവനെ പലരും കളിയാക്കി. പക്ഷെ എന്നിട്ടും അവൻ എന്താ ചെയ്തെന്നറിയോ?
അവൻ ഇറങ്ങുന്ന വഴി അവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നു. എല്ലാവർക്കും ഒക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലേ? ആ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നിട്ട് അവൻ എഴുതിയിട്ടു, എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്, വെറുതെ ഇരുന്നാൽ നിങ്ങൾ എനിക്ക് പണം തരുമെങ്കിൽ ഞാൻ വെറുതെ ഇരുന്ന കൊള്ളാം. പ്രിയപ്പെട്ടവരെ, താഴത്തേക്ക് വന്ന കമന്റ് മുഴുവൻ ഇവനുള്ള ചീത്തവിളികളായിരുന്നു. നിന്നെ പോലുള്ള മനുഷ്യനാണ് ഈ നാടിന്റെ ശാപം, നിന്നെ പോലുള്ളവന്മാരെ ഒന്നും ഈ നാടിന് കൊള്ളില്ല, കുറെ കമന്റുകളോടി. എന്നിട്ടും ഈ ചെറുക്കനൊരു ഭയവും ഇല്ല. അവൻ അടുത്ത ദിവസവും വീണ്ടും എഴുതിയിട്ടു, എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്, ഞാൻ വെറുതെ ഇരുന്നാൽ നിങ്ങൾ എനിക്ക് പണം തരുമെങ്കിൽ ഞാൻ വെറുതെ ഇരുന്ന് കൊള്ളാം. ഒരു കളിയാക്കുന്ന സെന്റൻസ് പോലെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, 3 ദിവസം കഴിഞ്ഞപ്പോ ഇവന് ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു ഫോൺ നമ്പർ കിടക്കുകയാണ്. ഫോൺ നമ്പർ എഴുതിയതിനപ്പുറം എഴുതിയിട്ടുണ്ട്, കൈൻഡ്ലി കോൾ മീ, ദയവായി എന്നെ വിളിച്ചാലും. എന്തായാലും ഇവർ സന്തോഷമായി. പറയാൻ പോകുന്ന ചീത്തയാണോ നന്മയാണോ എന്നൊന്നും അറിയില്ല. ഇവർ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. അങ്ങേറ്റത്തൊരു അപ്പച്ചൻ ഫോൺ എടുത്തു. അപ്പച്ചൻ ചോദിച്ചു, ആരാ നീ? അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ വെറുതെ ഇരുന്നാല് പണം തരാന്ന് എഴുതിയിട്ടു. എന്തിനാ അപ്പച്ചൻ അതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ നമ്പർ എഴുതിയേ? അതുകൊണ്ട് വിളിച്ചതാ. ഈ അപ്പൻ ചോദിച്ചു, നിനക്ക് വെറുതെ ഇരുന്നാ ഞാൻ പണം തന്നാ മതിയോ? അവൻ അന്യായ സന്തോഷം, വലിയ സന്തോഷം. അവൻ പറഞ്ഞു, ഞാൻ വെറുതെ ഇരുന്ന് കാശ് മേടിച്ചോളാം. അപ്പച്ചൻ പറഞ്ഞു, നാളെ കൃത്യം 8:30 പോരെ, 5 മണി വരെ നീ വെറുതെ ഇരിക്കണം, നിനക്ക് ഞാൻ കാശ് തന്നേക്കാം. എന്താണേലും പിറ്റേ ദിവസം പറഞ്ഞ അഡ്രസ്സിലെത്തി. വാതിലിൽ മുട്ടിയപ്പോൾ ഒരു സ്ത്രീ വന്നു, കതക് തുറന്നു. കതക് തുറന്നപ്പോ ചോദിച്ചു, നീ ആരാ? അപ്പൊ അവൻ പറഞ്ഞു, ഇവിടുത്തെ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ നിന്നെ വിളിച്ച്? ഫേസ്ബുക്കിൽ എഴുതിയിട്ടതാ. എടുത്ത വഴിക്ക് പറഞ്ഞു, ഇപ്പൊ കാർന്നവർക്ക് പണി ഫേസ്ബുക്കിൽ തോണ്ടല. ഈ വാതിൽ തുറന്ന ആള് പറഞ്ഞു, ഇപ്പൊ കാർന്നവർക്ക് പണി ഫേസ്ബുക്കിൽ തോണ്ടല. ഇത്രയും കാലം അത് കാണുമ്പോ കലിപ്പുണ്ടായിരുന്ന കാർന്നവര് തോണ്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞിട്ട് പറഞ്ഞു, അകത്ത മുറിയിലെങ്ങാണ്ട് കിടപ്പുണ്ട്, വേണേ കയറി ചെല്ല്. അകത്ത മുറിയിലെങ്ങാനും കിടപ്പുണ്ട്, വേണേ കയറി ചെല്ല്. ഈ മനുഷ്യൻ അകത്തേക്ക് കയറി ചെല്ലുകയാ. അകത്തേക്ക് കയറി ചെന്നപ്പോ ചോദിച്ചു, നീ ആരാ? പറഞ്ഞു, ഞാനാണ് ഇന്നലെ ഫോൺ ചെയ്തയാള്. ആ കൊള്ളാം, നീ ആണല്ലേ അത് പറഞ്ഞത്. ഒരു കൊച്ചു കാര്യം ചെയ്തോ, നീ അവിടെ ഇരുന്നു. എടുത്ത വഴിക്ക് ഈ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഏതാണ്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു അപ്പനാ കിടക്കണത്. അപ്പൊ പറഞ്ഞു, നീ അവിടെ ഇരുന്നാ മതി. അപ്പൊ ഇവൻ കുറച്ചു നേരം ഇരുന്നു. ആ സമയത്ത് അറിയാതെ ഈ മനുഷ്യൻ ഉറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ? നിനക്ക് വെറുതെ ഇരുന്നാ മതി എന്നല്ലേ പറഞ്ഞേ? നീ അവിടെ വെറുതെ ഇരുന്നു. പക്ഷെ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോകും, കണ്ണ് തുറക്കുമ്പോൾ നിനക്ക് എന്നെ ഒന്ന് ചിരിച്ചു കാണിക്കാൻ പറ്റുമോ? നീ വേറെ ഒന്നും ചെയ്യണ്ട. ഈ അപ്പച്ചൻ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അതങ്ങ് കണ്ണ് തുറന്നു വരുമ്പോ ഇവൻ പയ്യെ ഒന്ന് ചിരിച്ചു കാണിക്കും. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ചയായി ഭക്ഷണം കൊടുത്തപ്പോ ഇവനും ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഇടയ്ക്ക് വീണ്ടും ഉറങ്ങിപ്പോയി. ഒരു 3:30 വീണ്ടും കണ്ണ് തുറന്നു. ഈ മനുഷ്യനെ നോക്കി ചിരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും. 4:45 ഇവൻ അപ്പച്ചന്റെ കാലെ തട്ടിട്ട് പറഞ്ഞു, എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടോ, ഞാൻ പൊക്കോട്ടെ. അപ്പൊ അവിടെ ആ പെരക്കകത്തുണ്ടായിരുന്ന മകളാണോ മരുമോളാണോ എന്നറിയില്ല, എടിമോളെ എന്ന് വരാൻ പറഞ്ഞു. എന്തൊക്കെയോ പ്രാഗിക്കൊണ്ട് ആ ഒരു പെൺകുട്ടി കടന്നു വന്നു. ആ പേഴ്സ് ഒന്ന് എടുത്ത് തരുമോ? അങ്ങോട്ടുള്ള ഡയലോഗിൽ മുഴുവൻ ഈ ബാസ് കിടപ്പുണ്ട്. എന്തായാലും എടുത്തു. അപ്പൊ പറഞ്ഞു, അതിൽ നിന്ന് ഇച്ചിരി പൈസ നീ എടുത്തോളാൻ പറഞ്ഞു. ഇവനെടുത്ത് വീണ്ടും ആ വാതിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ അപ്പൻ ചോദിച്ചു, നാളെ നീ വരുവോടാ? നാളെ നീ വരുവോടാ? അവനാണ് ഡബിൾ ഹാപ്പി. അവൻ പറഞ്ഞു, ഞാൻ നാളെ വന്നേക്കാം. പിറ്റേ ദിവസം ഇത് തന്നെ പരിപാടി. വൈകുന്നേരം അവന് പണം കൊടുക്കുന്നു, അവൻ പോകുന്നു. ആ അപ്പച്ചന്റെ ഉറക്കത്തിനിടയിൽ അവൻ വീണ്ടും ഫേസ്ബുക്ക് എടുത്ത് സ്ക്രോൾ ചെയ്യുക. അപ്പൊ കുറെ ഫോൺ നമ്പേഴ്സ് താഴത്തേക്ക് കിടക്കുക. ഇവനാണ് അന്യ അതിശയം. ചാടി അടുത്ത നമ്പറിൽ ഇവൻ വിളിച്ചപ്പോ ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടിയുടെ സ്വരം കേട്ടിട്ട് ചോദിച്ചു, ഇതാരാ? അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്. എന്നതാ ചേർത്തി, എനിക്ക് ഈ നമ്പർ നീ ഇട്ടാക്കാൻ കാരണം? എനിക്കൊരു സഹായം ചെയ്യുമോ? നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞാനിപ്പോ ബിസിയാണ്, വെറുതെ ഇരുന്ന് എന്നാലും വേണം വെറുതെ ഇരിക്കാം. രാവിലെ ഒന്ന് വരാൻ പറ്റുമോ? കോട്ടയം ടൗണിലേക്ക്. ഞാൻ സ്ഥലം ഒന്ന് മാറ്റി പിടിക്കുന്ന കേട്ടോ. കോട്ടയം ടൗണിലേക്ക്. ഈ കോട്ടയം ടൗണിൽ വന്നിട്ട് എന്നാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യേണ്ട. രാവിലെ 10 മണിയാകുമ്പോൾ ഒരു കടയുടെ പേര് ഞാൻ ഇങ്ങോട്ട് കട എടുക്കുക, പുളിമുട്ടിൽ സിൽക്സ്. ഓക്കെ, പുളിമുട്ടിൽ സിൽക്സിലേക്ക് വന്നാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. പറഞ്ഞു, രാവിലെ പറ്റത്തില്ല, കാരണം ഈ അപ്പച്ചനുമായിട്ടൊരു കോൺട്രാക്ട് ഇപ്പൊ ഉണ്ട്. വേണം വൈകുന്നേരം 3 മണിക്ക് വരാം. ഓക്കെ, വൈകുന്നേരം 3 മണിക്ക് വന്നാൽ മതി. അങ്ങനെ പുളിമൂട്ടിൽ എടുത്ത് ചെല്ലുന്നു. ഈ മനുഷ്യൻ അങ്ങനെ ഈ പെൺകുട്ടിയെ കാണുന്നു. ഞാൻ എന്നാ ചേർത്തി ചെയ്യണ്ടേ? വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ ഇവിടെ സാരി മേടിക്കാൻ വേണ്ടി വന്നതാ. ഞാനിങ്ങനെ സാരി സെലക്ട് ചെയ്ത് ട്രയൽ റൺ നടത്താൻ വേണ്ടിയിട്ട് ഉടുപ്പൊക്കെ ഉടുത്തിട്ട് സാരി ഉടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടാ നീ ഇങ്ങനെ കാണിക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം. ഇതിലൊന്നും നീ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അവനാണ് നല്ല സന്തോഷം. അവൻ ആ കസേരയിൽ പോയിരുന്നു. ഈ ചേച്ചി കുറച്ച് സാരിയൊക്കെ സെലക്ട് ചെയ്തു. ആദ്യം ഓരോ ഉടുത്ത് അകത്ത് കയറി പുറത്തിറങ്ങി വന്നപ്പം അവൻ കാണിച്ചു, അവൻ ഇഷ്ടപ്പെട്ടില്ല. അടുത്തയാള് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്നപ്പോൾ അവൻ പറഞ്ഞു, സൂപ്പർ ആയിരിക്കണു. പിന്നെ ചേച്ചിമാരുടെ അല്ലേ തുണിക്കടയിലെ പ്രകടനം. സമയം ഇത്തിരി എടുത്തു. ഏതാണ്ട് 6:30 കഴിഞ്ഞപ്പോഴേക്കും സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. അവൻ ആകെ കാണിച്ചത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ
ആ ചേച്ചി ഒരു തുക എടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഒത്തിരി നന്ദി കൊണ്ടിട്ടോ. ഇവന് പുറത്തിറങ്ങിയപ്പോ നല്ല സന്തോഷം, വെറുതെ ഇരുന്ന് കാശിങ് വന്നോണ്ടിരിക്കുക. പിറ്റേ ദിവസം കണ്ട കോളനാന്നറിയോ, ഒരു ചേട്ടനെ വിളിച്ചേ. ചേട്ടൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നീ രാവിലെ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി, പണിസ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ നീ ആ വാതൊക്കെ വന്ന് നിന്നിട്ട് ചേട്ടാ പോയിട്ട് വാട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ യാത്ര ചെയ്യണട്ടോ, അപകടമൊന്നും ഉണ്ടാകാതെ നോക്കണട്ടോ, ഇത്രയും പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഫോൺ വെക്കണേന് മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞു, നീ രാവിലെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ എന്റെ പെരക്കകത്തുനിന്ന് കുറെ സ്വരങ്ങളൊക്കെ കേൾക്കും, നീ അത് കണ്ട് പറയാനുള്ള സെന്റൻസ് മറക്കരുത്, അത് പറയാനുള്ള സെന്റൻസ് നീ മറക്കരുത്. എന്തായാലും ഈ മനുഷ്യൻ അകത്ത് നിൽക്കുകയാ, സോറി, ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വരമൊക്കെ കേൾക്കാം, ഭാര്യയുടെ സ്വരവും കേൾക്കാൻ കൂടെ. അതാ ഓർക്കരുത്, ശ്രദ്ധിക്കരുതെന്ന് നേരത്തെ വാണിംഗ് കൊടുത്തേക്കണേ. എന്തായാലും ആ വാദക്കിൽ വന്നു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഈ മനുഷ്യൻ ഇറങ്ങി വരുക. ഇറങ്ങി വന്നപ്പോ തന്നെ അവൻ പറഞ്ഞു, ചേട്ടാ പോയിട്ട് വേഗം വരണട്ടോ, അപകടമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഈ മനുഷ്യൻ പെട്ടെന്ന് മുഖത്തൊരാശ്വാസം. ഒരു 4 സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എടാ പൊന്നു മോനെ, നിനക്ക് 5 മണിയാകുമ്പോൾ ഇവിടെ ഒന്ന് വന്ന് നിൽക്കാൻ പറ്റുമോ? എന്നോട് നീ ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, ഇന്നത്തെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു വാക്ക് നിനക്ക് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ആകെ ബിസിയാ, രാവിലെ അപ്പച്ചൻ അവിടെ അപ്പം ഇതൊക്കെ, എന്നാലും ഞാൻ നോക്കട്ടെ ചേട്ടാ, ഞാൻ 5:15 എത്തിയേക്കാം. എന്തായാലും 5:15 ബസ് വരുന്നു. ആ മനുഷ്യൻ ഇറങ്ങി വരുമ്പോ ഇവൻ ആ ഗേറ്റിങ്ങിൽ നിന്നിട്ട് പറഞ്ഞു, ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ മനുഷ്യൻ തിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ലേശം പണം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ, പറ്റിയ നാളെ പറഞ്ഞിട്ടോ. സന്തോഷത്തോടെ ആ മനുഷ്യൻ ആ പെരക്കകത്തേക്ക് കയറിപ്പോയി. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞു വെച്ചിരിക്കുകയാ, പിന്നെ ഫോൺ കോളുകളുടെ വിരളിയായിരുന്നു. ചില മക്കള് വിളിക്കുക, ഈ അപ്പനെന്നെ തിരിഞ്ഞു നോക്കണില്ല, എന്റെ അടുത്തൊന്ന് വന്ന് നിൽക്കാൻ പറ്റുമോ? ചില ഭാര്യമാര് വിളിക്കണു, ഈ ഭർത്താവിനെ നോട്ടമൊന്നുമില്ല, ഒന്ന് വന്ന് നിൽക്കാൻ പറ്റുമോ? എന്തായാലും അവസാനത്തെ സെന്റൻസ് ഇങ്ങനെയാണ്, വെറുതെ ഇരിക്കാൻ ആഗ്രഹിച്ച് വെറുതെ ഇരിക്കാൻ സമയമില്ലാതെ ഞാനിപ്പോ റിച്ചായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒന്ന് പോയി നോക്കുന്നത് നല്ലതാ. ഈ തിരുനാൾ ആഘോഷത്തിന്റെ വഴികളിലെ ചെണ്ടയുടെ താളവും ആഘോഷത്തിന്റെ ഓളവും ഒക്കെ മാറ്റി നിർത്തിയിട്ട് എന്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകര് നമ്മുടെ പെരക്കകത്തില്ലേ? നാളെ ഇവിടെയുള്ള ഏറ്റവും ബുദ്ധിമാനായ പയ്യൻ നമ്മുടെ ഈ കപ്പേലയുടെ മുമ്പിലും അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലും ആ പള്ളിയുടെ ഫ്രണ്ടിലും ഒരു ബോർഡ് എഴുതി തൂക്കിയ എത്ര പേർക്ക് കോള് ചെല്ലുമെന്ന് കാത്തിരുന്ന് കണ്ടോ? എഴുതി വെക്കാൻ പോണെന്നറിയോ? ഞാൻ വെറുതെ ഇരിക്കാൻ തയ്യാറാണ്, പറ്റുമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചോ. പ്രിയപ്പെട്ടവരെ, പലരും കാത്തിരിപ്പുണ്ട് നമ്മുടെ വീടുകളിൽ ഇതുപോലൊരു നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇതുപോലൊരു സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതിനാൽ പെരക്കകത്തേക്ക് തിരിച്ചു ചെന്നിട്ട് സ്വന്തം ഭർത്താവിന്റെ അടുത്തേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഭാര്യയുടെ അടുത്തേക്ക് നോക്കാൻ പറ്റുമോ? അപ്പന്റെയും അമ്മയുടെ ഒക്കെ കൈകളിൽ വീട് കിടക്കുന്ന ആ തഴമ്പിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് നോക്കിയിട്ട്, ഈ അപ്പനും അമ്മയും എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എരിഞ്ഞില്ലായതായത് എന്ന് കരുതി ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുമോ? പ്രിയപ്പെട്ടവരെ, കടന്നു പോകുന്ന വഴികളിൽ നമ്മുടെ സാന്നിധ്യം കാത്തു നിൽക്കുന്ന അയൽവക്കംകാരുണ്ട്. ഈ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ചുമ്മാ കടന്നു പോകുമ്പോ തൊട്ടടുത്തോടെ കടന്നു പോയവനും ഈ പ്രദക്ഷിണത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്നവനും ആരാണെന്ന് നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ കുറെയൊക്കെ നടന്നല്ലോ. ആ നടക്കണയിടയ്ക്ക് എന്റെ മുമ്പിലും പുറകിൽ വരുന്നവനോട് ഒന്ന് സുഖമാണോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഈ കടന്നു വന്ന വഴികളിൽ എത്രയോ മനുഷ്യരാ ഈ തിരുനാളിന് ആഘോഷങ്ങൾ ഒരുക്കിയത്. അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവർ, ഈ തിരുനാള് നമ്മളോട് ആവശ്യപ്പെടുന്നത് മനസ്സിന്റെ ഒരു പരിവർത്തനം കൂടിയ, നിലപാടുകളിൽ ഒരു പരിവർത്തനം കൂടിയ, അകലങ്ങളിലെ ആഘോഷങ്ങളിലേക്ക് കണ്ണു തട്ടിരുന്നിട്ട് അകലെയിരിക്കുന്നവന് ഹായ് പറയുന്ന സംസ്കാരത്തിലേക്ക് വഴുതി മാറിയപ്പോ സ്വന്തം അയൽവക്കംകാരന്റെ വേദന എന്താണെന്ന് അറിയാതെ മറന്നുപോയി എന്നൊരു സത്യത്തെ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളൊന്നും വെറും പ്രഹസനങ്ങളല്ലാതെ മറ്റൊന്നുമല്ല സഹോദരങ്ങളെ. അതിനാൽ തന്നെ ഉള്ളിലുള്ള ആത്മീയതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹോദരന്റെ നെഞ്ചിലെ വേദനയെ തിരിച്ചറിയാൻ ഈ തിരുനാൾ നമ്മെ ഉദ്ബോധിപ്പിച്ചാൽ ഈ തിരുനാളിന് അർത്ഥമുണ്ടാകും. ഈ ആത്മീയത എന്ന് പറയുന്ന സാധനം ഉണ്ടോ, ഈ കൊടി പൊക്കുന്നതിലല്ല ഇരിക്കുക, മറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ദൈവികതയുടെ ഭാവം തിരിച്ചറിഞ്ഞ് സഹോദരനിലേക്ക് നടന്നു ചെല്ലുന്ന ദൂരത്തെ വിളിക്കുന്ന പേരാ ആത്മീയത എന്ന് പറയുന്നത്. അത് ക്രൈസ്തവ സഭയിലാണെങ്കിലും ശരി, ഹൈന്ദവ സമൂഹത്തിലാണെങ്കിലും ശരി, ഇസ്ലാമിക കമ്മ്യൂണിറ്റികളിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ആത്മീയത എന്ന് പറയുന്നത് സ്വന്തം സഹോദരന്റെ ഹൃദയത്തിന്റെ നൊമ്പരമറിഞ്ഞ് അവന് കൊടുക്കുന്ന പിന്തുണയ. അതിനപ്പുറത്ത് ആത്മീയതയില്ല, അതിനപ്പുറത്ത് ദൈവികതയില്ല. പക്ഷേ ഇന്ന് ആത്മീയതയും ദൈവികതയൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത് മുമ്പിൽ നിൽക്കുന്ന കുരിശിന്റെ പിന്നാലെ കടന്നു പോകുന്നവനെയും ഉയർന്നു നിൽക്കുന്ന ശിവരൂപത്തിന്റെ പിന്നാലെ കടന്നു പോകുന്നവന്റെ ആളെണ്ണം നോക്കിയിട്ട്. ഇത് മാറിയേ പറ്റൂ സഹോദരങ്ങളെ. ഇത് മാറേണ്ട കാലം അതിക്രമിച്ചു. അതിനാൽ കുറച്ചുകൂടി ഹൃദയം തുറന്നുകൊണ്ട് ഉള്ളിൽ നിൽക്കുന്നവന്റെ ആത്മീയതയുടെ സ്പന്ദനം കൂടെ നിൽക്കുന്നവന്റെ മുഖത്തേക്കും അവന്റെ ജീവിതത്തിലേക്കും വെച്ച് നീട്ടാൻ ഈ കരയ്ക്കായാൽ തീർച്ചയായിട്ടും ഏതൊക്കെയോ നമ്മുടെ കാർന്നവന്മാർ തുടങ്ങി വെച്ചതാ ഈ പതിവുകൾ മുഴുവൻ. ഇതിന്റെ ഒന്നും അന്തസത്തകൾ ചോർന്നു പോകാതെ നമ്മുടെ മക്കൾ ഇത് കണ്ടുപിടിച്ച് ആ തലമുറയുടെ സംസ്കാരം മുൻപോട്ട് കടന്നു പോകും. അതിനാൽ ഏവർക്കും ഈ തിരുനാളിന്റെ മംഗളാശംസകൾ നേരുന്നു. പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് നന്മയുടെ നല്ല മൂല്യങ്ങൾ തകരാതിരിക്കട്ടെ. രണ്ടാമത്തത് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നോ പറയേണ്ടടുത്ത് നോ പറയാനും
എസ് പറയേണ്ടിടത്ത് എസ് പറയാനുള്ള ഒരു ധാർമ്മികതയെ നമ്മൾ ഉണർത്തിയെടുക്കണം. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അവരുടെ സ്വരം ശരിയല്ല എന്ന്. ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെ പറയാൻ 5 പേര് തലയുയർത്തി തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും സംസ്കാരങ്ങൾ മാറാൻ തുടങ്ങും. അതിനോടൊപ്പം ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടത്, കടന്നു പോകുന്ന വഴികളിൽ എല്ലായിടത്തും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി അവൻ നിങ്ങൾക്ക് തുറന്നു തരും. അത് സാമ്പത്തിക പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, രോഗങ്ങളുടെ അസ്വസ്ഥതകളായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടലിന്റെ നൊമ്പരമായിക്കൊള്ളട്ടെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാന്ന അവസ്ഥയായിക്കൊള്ളട്ടെ, ഒരുവനുണ്ടാകും നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദൈവം ഒരുക്കിയിരിക്കുന്നവൻ. അതിൽ ലേശം കൂടി സാവകാശം ജീവിതത്തിൽ എടുക്കുക. മുൻപോട്ടുള്ള വഴികളിൽ നിരാശപ്പെടാതെ മുൻപോട്ട് കുതിക്കുക. ദൈവം അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതിനു വേണ്ടിയിട്ട് അവസാനത്തെ ആ ചെറുപ്പക്കാരൻ പയ്യനെ പോലെ വെറുതെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും കയറി വരാൻ പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ പെരയ്ക്കകത്തുണ്ടാകാതിരിക്കട്ടെ. കാരണം എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞാനുണ്ട്, എന്റെ അയൽവക്കക്കാർക്ക് ഞാനുണ്ടാകും ഏതെങ്കിലും സാധ്യമായ വേദികളിൽ മുഴുവൻ. അതിനാൽ ഒരു ബുദ്ധിജീവിയും ഇവിടെ കടന്നു വന്നിട്ട് ബോർഡ് തൂക്കാനുള്ള അവസ്ഥ നമ്മുടെ ഈ നാട് കൊടുക്കരുത്. അതാകട്ടെ ഈ തിരുനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പുള്ള ദൈവത്തിന്റെ ഹിതം എന്ന് പറയുക.